ആണോ? എന്ത് ഷോപ്പിംഗാ? മലയാളി ഷോപ്പിംഗ്. മലയാളി ഷോപ്പിംഗാ? ഓക്കെ. ഈ ഒരു സെക്ഷൻ ഇങ്ങനെ ഫുള്ള് ടി വി ഐറ്റംസ് ആണ് കേട്ടോ. മറ്റേ ഗോപ്രോ ഉണ്ട് കേട്ടോ. ഗോപ്രോ മറ്റേ ഇൻസ്റ്റ 360 കുറച്ച് ഷോർട്ട് എടുത്തുകൊണ്ടായി അത്. എന്തായാലും എടുക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. കോസ്കോ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും. അമേരിക്കയിൽ പല ഭാഗങ്ങളിലായിട്ട് വ്യാപിച്ചു കൊടുക്കുന്ന ഒരു വലിയ ഹോൾസെയിൽ സ്റ്റോർ തന്നെയാണ് കേട്ടോ കോസ്കോ. ഇവിടെ കിട്ടാത്തായിട്ട് ഒന്നുമില്ല. നമുക്ക് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ എപ്പോഴും കോസ്കോ അല്ലെങ്കിൽ ബീച്ചേഴ്സ് ഒക്കെ വരുവാണ് ലാഭമായിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഷോപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ കോസ്കോ മെമ്പർഷിപ്പ് കാർഡ് വേണം. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ വെരിഫൈ ചെയ്തിട്ടാണ് അവർ കയറ്റി വിടുക. ഈ ഒരു ചോക്ലേറ്റ് ഇവിടെ റീസെൻ്റ്ലി പ്രൈസ് കുറഞ്ഞായിരുന്നു. ഒരു $5 എന്തോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവർ കയറി ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നാട്ടിലേക്കുള്ളൊരു ഷോപ്പിംഗ് വ്ളോഗ് അല്ല കേട്ടോ. കോസ്കോയിൽ എന്തൊക്കെ ഐറ്റംസ് കിട്ടും എന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരണം തോന്നി അതിനായിട്ടുള്ളൊരു വ്ളോഗാണ്. ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ ഒരു വലിയ കളക്ഷൻസ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പല സൈസിലും പല വലുപ്പത്തിലുള്ള ടിവിയും അതുപോലെ ഹോം തിയേറ്റർ സെറ്റപ്പും ഒക്കെ അവിടെ ഉണ്ട്. ഗോപ്രോ ഉണ്ട് കേട്ടോ. ഗോപ്രോ ഇതൊക്കെ അത്യാവശ്യം വിലയുണ്ടാവും. ഇൻസ്റ്റ 360 വീഡിയോ കുറച്ച് നല്ലതായിരിക്കും. ഉണ്ട്, PS5 ഉണ്ട്. നല്ല TV ആണ്. മിനി ഫോട്ടോ പ്രിൻ്ററോ. ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ വലിയൊരു ശേഖരം തന്നെ അവിടെ ഉണ്ട്. ചില സമയത്ത് നല്ല ഓഫറും വരാറുണ്ട്. ആ ഒരു സമയത്ത് വാങ്ങുവാണെങ്കിൽ നമുക്ക് ലാഭമായിരിക്കും. ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ സ്മാർട്ട് വാച്ചും പിന്നെ അതുപോലെ ഫോണിൻ്റെ ഒക്കെ ഒരു കളക്ഷൻസാണ്. ഇവിടെ ഇങ്ങനെ ഓരോ ഐറ്റംസും അവർ സെക്ഷൻ വൈസ് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ഒന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന പോലെ ഞാൻ എല്ലാം കാണിച്ചു തരാം. ഇവിടെ കുറച്ച് ബാഗും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ ടൈപ്പ് ക്യാരി ഓണും ചെക്ക് ഇൻ ബാഗൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്റ്റോറേജ് ബോക്സും സ്റ്റോറേജ് ഏരിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ പിന്നെ പൊതുവേ വീടുകളിൽ ഡ്രയറും ഫ്രിഡ്ജൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ആരെങ്കിലും സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് മാറുവാണെങ്കിൽ അവർക്കിപ്പോൾ ഫ്രിഡ്ജ് ഡ്രയറൊക്കെ ഇങ്ങനെ വേണം സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്ന് വാങ്ങാം കേട്ടോ. കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്ലെൻഡർ, മൈക്രോവേവ് അതുപോലുള്ള ഐറ്റംസ് ആണ് ഈ ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റും കംഫർട്ടർ സെറ്റൊക്കെ ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഡെയിലി വെയർ ഓർ കാഷ്വൽ വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയ ഒരുപാട് ഡ്രസ് ഓപ്ഷൻസും അവിടെ ഉണ്ട്.
ഇത് നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ട്രെയിൽ മിക്സ് ആണ്. നട്ട്സും അതുപോലെ M&M ചോക്ലേറ്റൊക്കെ മിക്സ് ചെയ്ത ടൈപ്പാണ്. അതുപോലെ തന്നെ ഗ്രനോല മിനീസ് ഉണ്ടായിരുന്നു. ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു മുൻപ്. ബെറീസും ചോക്ലേറ്റ് ചിപ്സൊക്കെ വരുന്ന രീതിയിൽ നല്ലൊരു ഹെൽത്തി സ്നാക്സ് ഓപ്ഷൻ എന്ന് പറയാം. അതുപോലെ ഇതും നമ്മൾ വാങ്ങാറുള്ളതാണ് കേട്ടോ, ഈ ഒരു കാഷ്യൂ ക്ലസ്റ്റേഴ്സ്. ഇതൊരു ക്യൂബ് പോലെ കാഷ്യൂം ആൽമണ്ടും പംകിൻ സീഡ്സ് ഹണിയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് നമ്മുടെ കപ്പലണ്ടി മിഠായിയൊക്കെ പോലുള്ള ഒരു ഐറ്റമാണ്. ഇത് ഞങ്ങൾ വാങ്ങാറുള്ളതാണ്. അങ്ങനെ ഒരുപാട് നട്ട്സും ചോക്ലേറ്റൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്നത്. നമ്മൾ നാട്ടിലോട്ട് പോകുമ്പോൾ മെയിനായിട്ട് വാങ്ങാനുള്ള ഐറ്റം ചോക്ലേറ്റ് തന്നെയാണ്. അപ്പം അതാണ് നമ്മളിവിടെ നിന്ന് കൂടുതൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. പൊട്ടിച്ച് ചോക്ലേറ്റ് എടുത്ത് കൊണ്ടുപോയി അവര്. മിൽക്കി വേ, കിറ്റ്കാറ്റ്, ട്വിക്സ്. അതാണ് ചീസസ് അല്ല, ഈ കാണുന്നതാണ് ഇവിടുത്തെ ബേക്കറി, വെജീസ്, ഫ്രൂട്ട്സ്, ഫുഡ് ഐറ്റംസ് എല്ലാത്തിൻ്റെ ഒരു സെക്ഷൻ. അപ്പം നമ്മൾ അത് വാങ്ങാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെ പുളിമിഠായി പോലെ ഉണ്ടാവുമല്ലോ. നോക്കട്ടെ, നല്ലതാണോ അത്? പിന്നെ നല്ലതാ. കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് ഒക്കെ ഒരു ഫ്രോസൺ സെക്ഷനിലായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് ബൾക്കായിട്ട് മേടിച്ചിട്ട് റെഫ്രിജറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്രീസ് ചെയ്തൊക്കെ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും. സാലഡിലൊക്കെ ഇടാൻ പറ്റുന്ന ഇതുപോലത്തെ ചെറിയ ടൊമാറ്റോസ് ഉണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെ ബ്രാഞ്ചോട് കൂടി വരുന്ന ഇങ്ങനെ വലിയ ടൊമാറ്റോസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് ബൾക്കായിട്ടാണ് കിട്ടുക. അപ്പം നമ്മൾ 1-2 ആയിട്ട് വാങ്ങാൻ പറ്റില്ല, വാങ്ങുമ്പോൾ ഫുള്ളും വാങ്ങണം. അതാണ് എനിക്ക് ഒരേ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്, പ്രത്യേകിച്ച് ഈ സ്നാക്സ് ഐറ്റംസ്. അതുപോലെ മീറ്റ് ആണെങ്കിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ നമുക്ക് ബൾക്കായിട്ട് തന്നെയാണ് കേട്ടോ വാങ്ങാൻ കിട്ടുക. ഒരു ബിഗ് ഫാമിലിക്ക് ആണെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെയുള്ള ആളുകളാണെങ്കിൽ കുറേ വാങ്ങിയിട്ട് ഇവിടെ വലിയ ഫ്രിഡ്ജ്, വലിയ ഫ്രീസറൊക്കെ ആയിരിക്കും. അപ്പോൾ അതിലിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും, എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കും. ഇവിടെ നിന്ന് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും ലാഭമാണ്. പക്ഷെ ഇങ്ങനെ കുറേ ഉള്ള കാരണം ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് മീറ്റൊന്നും അത്ര വാങ്ങാറില്ല. ഇതൊക്കെ ബീഫാണ് കേട്ടോ, കണ്ടില്ലേ എന്ത് വലുതാ. പിന്നെ ഫിഷും കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതാ ഇതുപോലെ ഇങ്ങനെ പാക്കറ്റായിട്ട് കിട്ടും. എനിക്ക് പിന്നെ ഫിഷിൻ്റെ പേരൊന്നും അത്ര അറിയില്ല കേട്ടോ. അതാ സാൽമൺ ഉണ്ട്, പിന്നെ ഇത് ഏതാണാവോ അത് അറിഞ്ഞൂടാ. പിന്നെ ചിക്കനും ഇതുപോലെ കണ്ടില്ലേ വലിയ പാക്കറ്റായിട്ടാണ് കിട്ടുക. അതായത് ഇങ്ങനെ ഒരു 3 പാക്കറ്റായിട്ടാണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഇത്രയും ആവശ്യമില്ലാത്ത കാരണം നമ്മളിവിടെ നിന്ന് വാങ്ങാറില്ല. പിന്നെ ഇതുപോലെ ഇങ്ങനെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും അതുപോലെ ഇങ്ങനെ മാരിനേറ്റ് ഒക്കെ ചെയ്ത് പാർട്ടി സൈസ് വരുന്ന ടൈപ്പ് വലിയ ഒരു ചിക്കൻ വിങ്സോ അല്ലെങ്കിൽ ചിക്കൻ ലെഗ് പീസൊക്കെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ അവർ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇങ്ങനത്തെ പാർട്ടി സെറ്റപ്പിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ റാപ്പ്, അതുപോലെ പ്രോൺസിൻ്റെ ഒരു സെറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്കിങ്ങനെ ഒരു പാർട്ടിയൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. ചില ഇന്ത്യൻ ഫുഡ് ഓപ്ഷൻസും ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ. റീസെൻ്റ്ലി ആണ് നമ്മുടെ ഡെയിലി ഡിലൈറ്റിൻ്റെ മലബാർ പൊറോട്ടയൊക്കെ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മളൊരു പാക്കറ്റ് എടുത്തു. എന്തായാലും ഒരെണ്ണം എടുക്കാം, പൊറോട്ട. ഇപ്പോൾ പിന്നെ ഇഡ്ഡലി, ദോശ ബാറ്ററൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ട്, അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ടും പെട്ടെന്നൊന്നും ഉണ്ടാക്കാനായിട്ടൊക്കെ യൂസ്ഫുള്ളാണ്. പിന്നെ പനീർ, പിന്നെ ഈ ഒരു ചിക്കൻ ടിക്ക മസാല ഞാൻ മുൻപ് ഒരു ഷോർട്സ് കാണിച്ചിട്ടുണ്ട്, അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പാല്, മുട്ട അതൊക്കെ നമ്മൾ കൂടുതലും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറ്. സത്യം പറഞ്ഞാൽ പാലും മുട്ടയൊക്കെ വാങ്ങാനായിട്ട് വന്നിട്ട് വേറെ എന്തെങ്കിലും ഓഫർ കാണുമ്പോൾ ചിലപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് പോവും.
കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ റീസണബിൾ റേറ്റിന് മുട്ടയൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ഒരു സമയത്ത് മുട്ട ഭയങ്കര ഷോർട്ടേജ് ആയിരുന്നു. അപ്പോൾ നമ്മൾ മോർണിംഗ് വന്നാലേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ പാലായാലും ഒരു വലിയ ക്യാനായിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് മേടിക്കാറ്. അതും പല വെറൈറ്റി ഉണ്ടാവാറുണ്ട് കേട്ടോ. ആൽമണ്ട് മിൽക്ക്, ഓട്സ് മിൽക്ക്, പിന്നെ റെഡ്യൂസ്ഡ് ഫാറ്റ് മിൽക്ക്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ വെള്ളവും നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങാറ്. അതും എനിക്ക് ഇവിടെ നിന്ന് വാങ്ങണതാണ് കുറച്ച് ലാഭമായിട്ട് തോന്നിയിട്ടുള്ളത്. 40 ബോട്ടിൽ $4 കിട്ടും. ഇപ്പോൾ പുറത്ത് നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങുകയാണെങ്കിൽ അത് ഏകദേശം $1 അല്ലെങ്കിൽ $1 അടുത്തായിരിക്കും. അപ്പോൾ ഇങ്ങനെ വാങ്ങുവാണ് കുറച്ച് ലാഭം. പിന്നെ വെറൈറ്റി ജ്യൂസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ കോക്കനട്ട് വാട്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഗാനിക് കോക്കനട്ട് വാട്ടർ വാങ്ങാറുണ്ട്. നമ്മുടെ നാട്ടിലെ കോക്കനട്ട് വാട്ടർ പോലെയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ടേസ്റ്റ്. ഈ ഒരു സമ്മർ ടൈമിലൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ വാങ്ങാറുണ്ട്. നമ്മൾ പിന്നെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് അതുപോലെ ഡിറ്റർജൻ്റ് ഒക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറ്. പിന്നെ ഓയിലും ഇവിടെ നിന്ന് വാങ്ങാറുണ്ട്. അതും നമുക്കിവിടെ ബൾക്കായിട്ടാണ് കേട്ടോ കിട്ടുക. അപ്പോൾ കോക്കനട്ട് ഓയിൽ അതുപോലെ കുക്കിംഗ് ഓയിലൊക്കെ നമ്മൾ വേറെ ഇവിടെ നിന്ന് വാങ്ങാറുണ്ട്. കോക്കനട്ട് ഓയിൽ ഇപ്പോൾ നല്ല റേറ്റ് ആയിട്ടോ. മുന്നേ 12.99 ഒക്കെ ആയിരുന്നു. ഇതാ ഇപ്പോൾ $20 അടുത്തായി. ഇത്രയൊക്കെ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയുള്ളൂ കേട്ടോ. ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ പോയത് വീക്കെൻഡ് ആയിരുന്നു. വീക്കെൻഡ് 6 മണിയാകുമ്പോൾ അവർ ക്ലോസ് ചെയ്യും. അപ്പം അത് കാരണം നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ വെച്ചിട്ട് ബില്ലിടാൻ പോയി. അപ്പം അതും അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമുക്കിങ്ങനെ ഫുഡ് കഴിക്കാനും ഓപ്ഷൻ ഉണ്ട്. കുറച്ചുകൂടി റേറ്റ് ഒക്കെ കുറവാണ്. പിസ്സ, ഹോട്ട് ഡോഗ് അതുപോലെ ഐസ്ക്രീം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നതാണ്. അപ്പോൾ ചില സമയത്ത് നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇവിടെ നിന്ന് തന്നെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് വരും. അതുപോലെ തന്നെ വീക്കെൻഡൊക്കെ മോർണിംഗ് വരികയാണെങ്കിൽ ഇവിടെ ഇവരിങ്ങനെ ഫ്രോസൺ ഫുഡൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് തന്നെ വയറൊരുവിധം ഫുള്ളാവും. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. അങ്ങനെയും ചെയ്യാറുണ്ട്. ഇതാ അപ്പം അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ നാട്ടിലേക്കുള്ള ഒരു അവസാനവട്ട ഷോപ്പിങ്ങും പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളും പിന്നെ ഒരു കോസ്കോയിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചത്. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നാട്ടിൽ പോകാനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.